പുള്ളി സ്ലോ ആക്കിട്ടോ ശ്രമിച്ച് കത്തിക്കാൻ വെച്ചി. ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റു. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ എന്താ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പോലും നിവർത്തില്ല, നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം മൂന്നാറ് തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാമെന്ന് വെച്ചാൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യൂ പോയിന്റ്, അങ്ങനെ മറ്റേ തേയിലയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയില്ലേ, അവിടെയൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞു, ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ല സോറി, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്, എന്നിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. പറ, നിന്റെ രോദനമൊക്കെ നീ പറഞ്ഞേക്ക. കൈ താത്തര, നീ കൈ താത്തര. ഏറ്റവും കൂടുതൽ ഉറങ്ങിയ നീ മാത്രം. നീ ബോഡി ഉച്ച. ഞാൻ ഉറങ്ങും. ഒരു ലോജിക്കല ഗൈസ്, ആ വണ്ടിയിൽ എനിക്ക് മാത്രം സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് രാവിലെ എണീപ്പിച്ചിട്ട് എന്തോ അടി കിട്ടുന്നത് നിനക്ക്? ഞാൻ ഒരു കാര്യം പറയട്ടെ, പൂവൻകോഴി വേണ്ട, ജിൻസ് ഉള്ളടത്ത് പൂവൻകോഴി വേണ്ട. പിന്നെ 10 ആ ചേട്ടനിങ് വിളിക്കുക, കാണിച്ചു കൊടുക്കാം. ഗൈസ്, രാവിലെ തന്നെ അപ്പവും പിന്നെ എന്താ കറി? അയ്യോ, ഗ്യാസ് അതൊന്നും ഞാൻ പറയില്ല, എവിടെ ചെന്നാലും കുറ്റം മാത്രമേ പറയുള്ളൂ. ഇത് തുറന്നേടാ, ഇതൊന്ന് തുറന്നേ. മനസ്സില്ല, മനസ്സോടൊക്കെ ആയിട്ട് എടുത്ത് നമ്മളെ ഇന്ന് ഇച്ചിരി ഗ്യാസ് കയറി വണ്ണം വെച്ചു തോന്നുന്നു. പ്രത്യേകിച്ച് എനിക്ക് അതെന്നാ പരിപാടി? അത് ഗൈസ് 5,000 പേർക്ക് എന്ന് പറഞ്ഞ കണക്കായി പോയില്ലേ ഈശ്വര. സ്റ്റേഷനി എന്നിട്ട് എന്താ നടക്കുന്നത്? എന്നിട്ട് മറ്റേ നടത്തണ ബിസിനസ് എന്താ നടത്തുന്നത്? പിന്നെയോ കാപ്പി ചായക്കട എടുത്തെന്ന് പറഞ്ഞു. ടൂറിന് 150 രൂപ അല്ല, ടൂറിന് 150 രൂപ. മറ്റേ ബിസിനസ് നടത്താൻ 1500 രൂപ. ബാക്കി കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? സാലറി കിട്ടുന്ന എത്ര രൂപ? 5 രൂപ. സാലറി കിട്ടുന്ന 5 രൂപ. നീ എവിടെന്നാ? നിന്റെ സ്ഥലം എവിടെയാന്ന്? മാഹിക്കാർക്കൊന്നും പറയാം, ഒരു കുഴപ്പമില്ല. ഹേ ഗായ്സ്, ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഏകദേശം ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയി കാണും. ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, എന്നാലും പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകുന്നുള്ളൂ. ആരുടെ വീട്? ഹായ് ഹായ്.
ഹായ് ഗായ്സ്, ഞങ്ങളിപ്പം റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങളിപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള റിസോർട്ടിൽ വന്നേക്കുവാണ്. ഞങ്ങളുടെ അച്ഛൻ ബുക്ക് ചെയ്ത് വന്നിട്ടുള്ള റിസോർട്ടിൻ്റെ തന്നെ വേറൊരു എന്താ പറയുക, ഒരു ഉടമസ്ഥൻ്റെ വേറൊരു റിസോർട്ടാണിത്. ഇതൊരു ഹണിമൂൺ കോട്ടേജ് ആണ്. നല്ല രസമാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. നല്ല രാവിലെ ഒക്കെ ആണെങ്കിൽ നല്ല വൈബാണ്. ഞങ്ങൾ പക്ഷേ വേറൊരു കോട്ടേജിലായിരുന്നു. അവിടെ നല്ല രസമൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തുറന്ന് വരുമ്പോൾ തന്നെ കാണുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബെഡ്റൂമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട്. അതിൻ്റെ വ്യൂ നല്ല രസമുണ്ട്. ഇതേ നോക്കിയേ, നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ മോർണിംഗ് വ്യൂ കാണാൻ. റിസോർട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ചേട്ടൻ്റെ പേരെങ്ങനെയാ? തോമസ് ആന്റണി. ഓക്കെ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇവിടെ ദേവികുളം വന്ന സമയത്ത് ഒരു പള്ളി കണ്ടു. നല്ല അടിപൊളി പള്ളിയായിരുന്നു. ആ പള്ളിയുടെ വർക്കൊക്കെ ചെയ്തേക്കുന്ന ചേട്ടനാണ്. യെസ് യെസ് യെസ്. ആ നല്ല നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, ഞങ്ങളിപ്പോൾ കയറിയില്ല ഗൈസ്. ഇപ്പോൾ ഒരു ഹഡ് ഒരു ഇത് കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം ഇത് ചേട്ടൻ തന്നെ ഈ റിസോർട്ട് ഫുള്ള് തന്നെ. ഓക്കെ ഓക്കെ, മനസ്സിലായോ ശരിക്കും? ഞങ്ങളുടെ അടുത്ത് ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ ഇപ്പൊ സീസൺ ആണോ? നല്ല സീസൺ അല്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ നിന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് നേരെ ഞങ്ങളുടെ അവിടുത്തെ ഉടമസ്ഥന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങൾ വന്നിട്ടാണ്. ഇരിക്കുന്നതാണ് ആള്, തോമസ് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര്. അപ്പം അച്ഛനുണ്ട്, അച്ഛനും ഇതുപോലെ തോമസ് ചേട്ടനും നല്ല കമ്പനിയാണ്. അപ്പം ആ ഒരു ഇതിനകത്ത് നമുക്ക് കിട്ടിയതാണ് ഈ ഒരു റിസോർട്ട്. അടിപൊളിയാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂവും എല്ലാ കാര്യങ്ങൾക്കും നല്ല രസമാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഫുൾ ടോട്ടൽ. അപ്പം തോമസ് ചേട്ടൻ ഞങ്ങൾക്ക് ചായ ഓഫ് ചെയ്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് എല്ലാവരും. അല്ല എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും പറ. റിസോർട്ടിന്റെ പേര് തോമസ് തന്നെ പറയട്ടെ. ഗൈസ് എല്ലാവരും വരണം, പ്രത്യേകിച്ച് കപ്പിൾസ് എല്ലാവരും. കാരണം വെച്ചാൽ നല്ല ഭംഗിയാണ് ഇവിടെ. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാ റേറ്റിലും കിട്ടുന്നതായിരിക്കും അല്ലേ? അല്ല തോന്നിട്ടാ? അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവരും വരിക. കാരണം ഞങ്ങൾക്ക് കുറച്ച് മിസ്സായി പോയി. കാരണം സീസൺ ആയതുകൊണ്ട് ബുക്കായി പോയി. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടാതിരുന്നത്. പക്ഷെ എന്നാലും വ്യൂ പോയിന്റും കൂടെയാണ്. അച്ഛൻ എന്തെങ്കിലും പറയൂ. അച്ഛനും തോമസാനും തമ്മിലുള്ള ബന്ധം പറയും. ഞങ്ങൾ തമ്മിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേയുള്ള പരിചയമാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തിരക്കിനിടയിൽ വെച്ച് പരിചയപ്പെട്ടു. ഞങ്ങൾ ബാച്ചിൽ കുറേ അച്ഛന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ടാണിത്. ഭയങ്കര ആംബിയൻസ് ആണ്. ഞങ്ങളിടയ്ക്ക് ഞങ്ങളുടെ പഴയ പഠനകാലങ്ങളൊക്കെ അയവറക്കാനായിട്ട് ഞങ്ങൾ വന്ന് തോമസേട്ടൻ്റെ കൂടെ കൂടുന്നതാണ് ഇവിടെ. ഇവിടെ തോമസേട്ടൻ മാത്രമല്ല കേട്ടോ, തോമസേട്ടൻ്റെ വൈഫുണ്ട്. അവര് ഇവിടെ മറ്റേ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് റിസോർട്ടൊക്കെ നോക്കി നടത്തി നടക്കുകയാണ്. പിന്നെ മക്കള് രണ്ടുപേരുണ്ട്. ഇവിടെ അല്ല, ഒരാൾ ഫിലിപ്പൈൻസിൽ MBBS പഠിക്കുന്നു, ഒരാള് രണ്ടാമത്തെ ആള് തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് ആസ്പിരന്റ് ആണ്. എങ്ങാനും പോയാലും നിന്റെ ബ്ലോഗ് ടോയ്ലറ്റ് സൗകര്യത്തോട് രേഷ്ണി മൂന്നാർ ഒരു ചായക്കട തുടങ്ങാനുള്ള പരിപാടി അല്ലേ രേഷ്ണി? മാഹിന്ന് വിറ്റ് പോരുവാ പുള്ളിക്കാരി. ഇങ്ങോട്ട് തിരികെ ബ്ലോഗ് നമ്മളൊന്നും എടുക്കൂല. അല്ല നിനക്ക് നമ്മളോടൊന്നും ഒരു താല്പര്യമില്ല. ഓടി ഇവിടെ മറ്റൊരു സൂത്രം കാണിച്ചുതരാം. അങ്ങോട്ട് നോക്കൂ, അതാണ് ഹോട്ട് എയർ ബലൂൺ. നിങ്ങൾ കണ്ടില്ല മറ്റേ തീയൊക്കെ മറ്റേ അടിയിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റപ്പിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകുന്ന സാധനം. അതാണത്. എത്ര രൂപയപ്പോൾ അവർ പറയുന്നത് 500 രൂപ കണ്ടാണ്. എനിക്ക് തോന്നുന്നില്ല അത്ര. അതും അതിന് കൂടുതലായിരിക്കും മിക്കവാറും. ഞങ്ങൾ എന്തായാലും പോകുന്നില്ല ഗൈസ്. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പോവാണ്. നിന്ന് ആസ്വദിക്കലേ ഉള്ളൂ, അല്ലാണ്ട് പോയി ആസ്വദിക്കില്ല. ഇത് കയറ് കെട്ടിയിട്ടതാ. ഏതാ മുട്ടരുന്നാ? താങ്ങുമല്ലോ അല്ലേ? കിട്ടുമായിരിക്കും. ചേട്ടാ ബൈ ചേച്ചി, ബൈ ബൈ.
പോവാണേ ഫാമിലി എല്ലാം എന്റെ ആന്റിന്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ തോമസ് ചേട്ടൻ്റെ അടുത്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ വഴി തേയിലത്തോട്ടം ഇങ്ങനെ കണ്ടുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തായാലും തേയിലത്തോട്ടത്തിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും വലിഞ്ഞ് കയറി. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കോൺഫിഡൻസ് ആയിന്ന് പറഞ്ഞിട്ട് ഇമാതിരി ഒന്നും ഓടിക്കരുത് കേട്ടോ. ഇന്നലെ വന്നവരെ വണ്ടിക്കകത്ത് എടുക്കാൻ പറഞ്ഞ് ഞാൻ കിടക്കില്ലായിരുന്നു. മടുത്തുപോയി. സാധനം വാങ്ങിക്കാൻ ഇതല്ലേ കൊള്ളാം, വെച്ചോ. നേരത്തെ നിങ്ങൾ ഇറക്കി വിട്ടിട്ട് പോകുന്നില്ലേ? ഏത്? പക്ഷെ പുറകില് വണ്ടി ഉള്ളതുകൊണ്ട് എനിക്ക് വണ്ടി നിർത്താം. ഇതെല്ലാം ജിൻസിയുടെ സാമ്രാജ്യം ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. നീ തിരിച്ചിട്ട് പറഞ്ഞേടി. എടി, നീ ഇവിടെ നിക്കാൻ വരാറുണ്ടോ? എപ്പോ? സൈഡ് നോക്കിയപ്പാ, സൈഡ് നോക്കിയപ്പാ. This is not only one of the oldest factory in the country. ഹേ ഗായ്സ്, ഞങ്ങളിപ്പോ ലോക്കാട്ട് ടീ ഫാക്ടറിന്ന് ഇറങ്ങി ജിൻസിയുടെ ആന്റി ജിൻസിയുടെ അതെ അമ്മയുടെ അനീത്തിയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടുത്തെ ആന്റിയുടെ ഹസ്ബൻഡ് ഇവിടെ ടീ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് മാനേജറോ പോസ്റ്റ് അറിയത്തില്ല, പക്ഷെ പുള്ളി ഭയങ്കര വലിയ പുള്ളിയാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട വന്നില്ല ഫാക്ടറി കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ പോയാണ് കയറി കണ്ടത്. എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ എന്താ പറയാ, ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അത് ഒത്തിരി. അപ്പോൾ ജിൻസിയുടെ അങ്കിളിൻ്റെ വീട്ടിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് തേയിലയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലിട്ട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 2-3 മണിക്കൂറുണ്ട് ഡ്രൈവ്. നല്ല മഴയാണ്, പക്ഷെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല, അടിപൊളി ക്ലൈമറ്റായിരുന്നു. അയ്യോ, വണ്ടി കാണാനില്ല. ലൈറ്റിട് അച്ഛ, ലൈറ്റിട്. അമ്മ, ഉച്ചക്ക് നട്ടുച്ചയാന്ന് വിചാരിക്കണം, നട്ടുച്ച. ആ, ഒരു റോക്കേവ് ഉണ്ട് അവിടെ. ആ, ഉള്ളതാണോ ഗായ്സ്? ഉള്ളതാണോ? അവിടെ നിന്ന് ചോദിച്ചു നോക്കിട്ട് കേറിയ പോരെ? അതാ നീ കേറ്, പുറകെ ഞങ്ങൾ കയറാ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു ഗൈസ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് മാഗി വാങ്ങിച്ചു. മാഗിയാണ് അവിടുത്തെ മെയിൻ സാധനം. അപ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാഗിയൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് പോവാണ് കേട്ടോ വീട്ടിലോട്ട്. ഹഗ് തരൂ.
എനിക്ക് വേണ്ട അവർക്ക് അനട്ടാ അപ്പൊ പോയിട്ട് വിളിക്കണം ഓക്കെ ടാറ്റാ. അപ്പോൾ കുറച്ച് പേര് അടിമാലിയിൽ ഇറങ്ങി. ഞാൻ കോതമംഗലത്ത് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ എന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലിൻസ് വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. ബൈ. ആരും കാണാനില്ല, എന്നാലും ഒരു ടാറ്റ തരേ. മിസ്സു ടാറ്റ, പിന്നെ കാണാം. എല്ലാരും വീട്ടിലെത്തുമ്പോ പറയണേ. ഞാനും വീട്ടിലെത്തുമ്പോ പറയാം. അപ്പോൾ കിട്ടിയ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ നല്ലപോലെ അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ.